ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇന്നിപ്പോ വീഡിയോ എടുക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒക്കെ ഇപ്പൊ ഓടിച്ചതാട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. കുട്ടികളൊക്കെ കൂടിയിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കോയും അതേപോലെ അടിപൊളിയാട്ടോ. പിന്നെ അതെല്ലാം പിന്നെ ആടുള്ള സമയത്താണെങ്കിൽ ഇതേപോലെ തന്നെ അടിപൊളിയാട്ടോ. ആടുകളെ കൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇതേപോലെ പറമ്പിലൊക്കെ ഇറങ്ങി അവരെപ്പരം കളിച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ആടൊന്നുമില്ലല്ലോ. ഇപ്പൊ വൈകുന്നേരം ആയപ്പോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കോയിനൊക്കെ പുറത്തേക്ക് ഇറക്കി വിട്ട് അന്നപ്പോ അവരിങ്ങനെ പുല്ല് കഴിക്കുന്നതും അങ്ങനെ അങ്ങനെ വെറുതെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊക്കൊന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമല്ലോ, അങ്ങനെ എടുക്കുന്ന വീഡിയോ കേട്ടോ. പിന്നെ ഈ വലിന്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്ന നമ്മളിപ്പോ നാടൻ കോഴി അതിനെ കൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കോയിനൊക്കെ പുറത്ത് ഇവരൊക്കെ ഞാൻ വലിന്റെ ഉള്ളിൽ ഇടുമെങ്കിൽ കൂടിയിട്ട് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ മൊത്തം തുറന്നു വിടും. ഇനിയിപ്പോ 2 ദിവസം മഴ തന്നെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ രാവിലെ തന്നെ തുറന്നിടും. പിന്നെ അവര് കുറച്ചൊക്കെ തിന്ന് പിന്നെ ആ വലിന്റെ ഉള്ളിൽ തന്നെ പോട്ടോ. പിന്നെ എവിടെ അങ്ങനെ പോയി ഒരുപാട് നേരം നിൽക്കൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഞാൻ എന്നും തുറന്നിടാറുണ്ട് കേട്ടോ. വൈകുന്നേരം തുറന്നിട്ടാൽ എന്താ വെച്ചാൽ അവർക്ക് ഇലകളൊക്കെ ഒന്ന് കൊത്തി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നേരം തീറ്റയ്ക്ക് പിന്നെ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പാത്രം കൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മളെ ബേക്കിലുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഇവരെ വിശേഷങ്ങൾ കേട്ടോ. അവിടെ ഇന്ന് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പായുടെ ഇലയൊക്കെ കൊടുത്തത് ഒന്ന് കാണിച്ചെടുക്കാൻ. അവിടെ കണ്ടില്ലേ, അവിടെയൊക്കെ ഇപ്പോഴും അവർ പോയി ഇങ്ങനെ കൊത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പം തുറന്നിട്ടായിരുന്നു. അപ്പൊ ഇത്രയും നേരം വലിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ. നമ്മള് രാവിലെ ഇട്ട് കൊടുത്ത ഫുഡ് ഉണ്ട്, അത് ഇപ്പോഴും അവരിങ്ങനെ തവിടിന്റെ ഒക്കെ പൊടി എന്തായാലും ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ കൊത്തി കഴിക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു കോഴി ഉണ്ടല്ലോ, ഇത് നമ്മളെ ഗിരിരാജൻ കോഴി ആട്ടോ. ചക്ര ഒന്ന് കാണിച്ചത് നമ്മളെ ഗിരിരാജൻ കോഴി ആട്ടോ. നല്ല നല്ല ഇണക്കാട്ടോ, കാലിൽ പിടിച്ചിട്ട് അയ്യാ. പിന്നെ ഇവരെ ചെറുപ്പത്തിലേ കൊണ്ടുവന്നോണ്ട് നല്ല ഇണക്കാട്ടോ. നമ്മളെ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. പിന്നെ പൊതുവെ ഇവർക്ക് പേടി കുറച്ച് കുറവാണല്ലോ. പെട്ടെന്ന് ഇവരെ പിടിക്കാനും അതേപോലെ നായ്ക്കൊക്കെ പിടിക്കാനൊക്കെ സുഖമായിരിക്കും. ഇവരിപ്പോ 2 ആൾക്കാരാട്ടോ, 2 പൂവന്മാരാട്ടോ. പിന്നെ ഇവരെ കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ നാടൻ കോഴി എല്ലാവരും കൊണ്ടിപ്പോ ക്രോസ് ചെയ്യാനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ നാടൻ കോഴി ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അറിയാലോ. അപ്പൊ അതുകൊണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ കൊടുക്കാനൊരു ഇഷ്ടം ഉണ്ടായിട്ടല്ല, ഇവരിപ്പോ നല്ല ഇണങ്ങിയനെ കൊണ്ട് കൊടുക്കാനൊരു മനസ്സില്ലായി കേട്ടോ. അപ്പൊ അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വളർത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അപ്പൊ അന്വേഷിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണോന്നൊക്കെ. അപ്പൊ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്തായാലും സപ്പറാക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതാക്കുന്നില്ലേ. ഇവൻ ആള് ദിവസം ജഗി ജില്ല കേട്ടോ. തിന്നാനൊക്കെ എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ വേക്കിൽ ഓടുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ കൊത്തൊന്നുമില്ല. ഇപ്പൊ ഇതിപ്പോ അതിനത്രം പ്രായമൊന്നുമല്ല. ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ചത്തുപോയി ഓരോന്ന് പിടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ തൊപ്പിക്കോയി ആട്ടോ. തൊപ്പിക്കോയ്ക്ക് ആകുന്നുണ്ട്. പുരുത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അടിയിരിക്കാനുള്ള പുരുത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഇതാക്കുന്ന കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒക്കെ ഭയങ്കര ഇണക്കാട്ടോ, ഭയങ്കര സ്നേഹാട്ടോ. അവർക്ക് പുരുത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി 2 ദിവസം കൂടി നോക്കിയിട്ട് നമുക്ക് കോഴിമുട്ടയൊക്കെ വെച്ചെടുക്കാം. അവർക്കിങ്ങനെ കുറേ സമയം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖാട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ വീടൊക്കെ പിന്നെ താഴെ ഭാഗത്താട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ കുറച്ച് നേരം നടക്കാനും അതേപോലെ കുറച്ച് ചുറ്റിച്ചഞ്ഞി തിന്നാനൊക്കെ കുറേ സ്ഥലങ്ങളുള്ളതുകൊണ്ട് അപ്പൊ നമ്മളുണ്ടല്ലേ കൂടുന്ന് പുറത്തേക്ക് മൊത്തം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിന്റെ ഉള്ളിലുണ്ട്, കുറച്ച് പുറത്തുണ്ട്, കുറച്ച് മേത്തല പറമ്പുകളുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറന്നു പോയത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു ഈവനിങ് വ്ലോഗ് പോലുള്ള. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.